ഫ്രാൻസ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം 2022 കണ്ണീരണിഞ്ഞൊരു വർഷവും കൂടിയായിരുന്നു ഫൈനലിൽ പുറത്തുപോക്ക്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, കപ്പടിച്ചിട്ടേ പോകൂ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എംബാപ്പയും സംഘവും. അങ്ങനെ പാരഗ്വയെ തകർത്തുകൊണ്ട് ഫ്രാൻസ് ലോകകപ്പിൻ്റെ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 70-ാം മിനിറ്റിൽ പെനൽറ്റിയിലൂടെ കിലിയൻ എംബാപ്പയാണ് ഗോൾ സ്കോർ ചെയ്തത്. കാനഡയെ കീഴടക്കി മൊറോക്കോയും ക്വാർട്ടറിലേക്ക് കടന്നു. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കാനഡയെ മൊറോക്കോ തകർത്തത്. അസദീൻ ഉനാഹി ഇരട്ട ഗോൾ നേടി. എൽദോ ഉണ്ട് വിശദാംശങ്ങളുമായി. എൽദോ, അങ്ങനെ ആതിഥേയ രാജ്യമായി കാനഡയെ പുറത്താക്കിക്കൊണ്ട് മൊറോക്കോ കയറുന്നു, ഫ്രാൻസ് കയറുന്നു. ഒരു കിടിലൻ പോരാട്ടം തന്നെ ക്വാർട്ടറിൽ പ്രതീക്ഷിക്കാം അല്ലേ? കഴിഞ്ഞ ലോകകപ്പിൽ സെമി ഫൈനലിലാണ് ഫ്രാൻസും മൊറോക്കോയും ഏറ്റുമുട്ടിയത്. പക്ഷേ ഇത്തവണ അത് നേരത്തെ ക്വാർട്ടറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അന്ന് ഖത്തർ ലോകകപ്പിൽ മൊറോക്കോയെ തോൽപ്പിച്ചാണ് ഫ്രാൻസ് ഫൈനലിലേക്ക് എത്തുന്നതും അർജന്റീനയ്ക്കെതിരെ ഫൈനൽ പോരാട്ടത്തിൽ ഇടം പിടിക്കുന്നതും. എന്താണെങ്കിലും ഫ്രാൻസിന് കടുപ്പമാകും മൊറോക്കോ എന്നുള്ളത് സംശയമില്ല. ഈ പാരഗ്വേ ഫ്രാൻസ് മത്സരത്തിലേക്ക് ആദ്യം എത്തിക്കഴിഞ്ഞാൽ പാരഗ്വേയും ഫ്രാൻസും പാരഗ്വേ കൃത്യമായിട്ട് ഫ്രാൻസിനെ ഗോൾ രഹിതമായി നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അസാമാന്യ പ്രതിരോധമാണ് പാരഗ്വേ കാഴ്ചവെച്ചത്. അതിൽ പാരാഗ്വേ ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു. 70-ാം മിനിറ്റ് വരെ ആ പ്രതിരോധ പൂട്ട് തകർക്കാൻ ഫ്രാൻസിന് കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ 70-ാം മിനിറ്റിലാണ് ഫ്രാൻസിന് ഒരു പെനാൽറ്റിയിലൂടെ കിലിയൻ എംബാപ്പെ ഗോൾ സ്കോർ ചെയ്യുന്നത്. കിലിയൻ എംബാപ്പെ ഗോൾ സ്കോർ ചെയ്തപ്പോൾ ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ ഈ ടൂർണമെന്റിലെ ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ ലയണൽ മെസ്സിക്കും മുകളിൽ നിൽക്കുകയാണ്. അതായത് മറ്റൊന്നും കൊണ്ടല്ല, ഗോളുകളുടെ എണ്ണത്തിൽ രണ്ടുപേരും ഒപ്പത്തിനൊപ്പമാണ് എങ്കിൽ പോലും 7 ഗോളുകളാണ് എങ്കിൽ പോലും അസിസ്റ്റുകളുടെ എണ്ണം നോക്കുമ്പോൾ ലയണൽ മെസ്സിക്ക് മുകളിൽ എംബാപ്പെ. അങ്ങനെ മെസ്സി എംബാപ്പെ ഗോൾഡൻ ബൂട്ട് പോരാട്ടം അത് കടുക്കുകയാണ്. ഇനി ടോട്ടൽ ഗോൾ വേട്ടയിൽ ലോകകപ്പ് ചരിത്രത്തിലെ ഗോൾ വേട്ടയിൽ 19 ഗോളുകളായി, മെസ്സിക്ക് 20 ഗോളുകൾ. അങ്ങനെ ഗോൾ മെഷീനായി തന്നെ എംബാപ്പെ തുടരുകയാണ് ഫ്രാൻസിന് വേണ്ടി. അസാധ്യമായിട്ടുള്ള ഒരു ഡിഫൻസീവ് മികവാണ് പാരഗ്വേ ഫ്രാൻസിനെതിരെ കാഴ്ചവെച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ വളരെ ആധികാരികമായി വളരെ പെട്ടെന്ന് ഗോൾ സ്കോർ ചെയ്യുന്ന ഫ്രഞ്ച് ടീമിനെ അല്ല കഴിഞ്ഞ മത്സരത്തിൽ കണ്ടത്. പാരഗ്വേയുടെ ഡിഫൻസിന് മുന്നിൽ പല നീക്കങ്ങളും പാളിപ്പോയി. എന്നാണെങ്കിലും 70-ാം മിനിറ്റിലെ പെനാൽറ്റി അത് നിർണായകമായി, അതാണ് മത്സരത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഫാക്ടറായി മാറിയതും. ഫ്രാൻസ് പാരഗ്വേ മത്സരം അങ്ങനെ 1-0 എന്നുള്ള സ്കോറിലാണ് നിലവിലെ റണ്ണേഴ്സ് അപ്പ് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയത്. ഇനി മൊറോക്കോ കാനഡ പോരാട്ടം, അത് മനോഹരമായിട്ടുള്ളൊരു ആദ്യ പകുതിയായിരുന്നു. കാനഡ അതിഗംഭീരമായി തന്നെ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തു. ഒരുപക്ഷെ ലോകകപ്പിൻ്റെ പ്രീ ക്വാർട്ടറിലേക്ക് ആദ്യം എത്തുന്ന ഒരു ടീം കളിക്കുന്നത് പോലെയല്ല ആതിഥേയരായിട്ടുള്ള കാനഡ മുന്നേറിയത്. അവർ ഒരു ആതിഥേയർ എന്നുള്ള ഒരു ആനുകൂല്യത്തിൽ തന്നെ ആരാധക പിന്തുണയിൽ അതിഗംഭീരമായി തന്നെ അവർ മാർച്ച് ചെയ്തുകൊണ്ടേയിരുന്നു മൊറോക്കോ ഗോൾമുഖത്തേക്ക്. പക്ഷേ 2-ാം പകുതിയിൽ മൊറോക്കോ പൂർണ്ണമായിട്ടും കളി മാറ്റിയെടുത്തു. 3 മനോഹരമായിട്ടുള്ള ഗോളുകൾ, 3 ഫീൽഡ് ഗോളുകളാണ് രസകരമായി തന്നെ മൊറോക്കോയ്ക്ക് ക്വാർട്ടറിലേക്കുള്ള വഴിയൊരുക്കിയത്. ഇനി ക്വാർട്ടറിൽ ഫ്രാൻസിനെ നേരിടണമെന്നുള്ള വലിയ വെല്ലുവിളി മാത്രമാണ് മൊറോക്കോയ്ക്ക് മുന്നിലുള്ളത്. 50-ാം മിനിറ്റിലായിരുന്നു അസദീൻ ഉനാഹിയുടെ ആദ്യ ഗോൾ. പിന്നീട് 52-ാം മിനിറ്റിൽ ഗോൾ സ്കോർ ചെയ്ത് ഏറ്റവും ഒടുവിൽ മത്സരത്തിന് ഇഞ്ചുറി ടൈമിലും മൊറോക്കോയ്ക്ക് വേണ്ടി ഒരാഹി ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ മൊറോക്കോ തുടർച്ചയായിട്ടുള്ള ലോകകപ്പുകളിൽ മികച്ച ടീം എന്നുള്ള, മികച്ച ആഫ്രിക്കൻ സംഘം ആര് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുകയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഏതൊക്കെ മികവ് അവർ കാണിക്കുന്നുണ്ടോ ആ മികവ് അത് ലോകവേദിയിലും അത് പ്രാപ്തരാക്കുന്നു തങ്ങളെ എന്നുള്ള വ്യക്തമായ ബോധ്യം നൽകുന്നുണ്ട് മൊറോക്കോ. അങ്ങനെ മൊറോക്കോയും ഇതാ ക്വാർട്ടറിലേക്ക് എത്തി. പക്ഷേ ഒരു ടീമിന് പുറത്തേക്ക് പോകേണ്ടി വരും. ഫ്രാൻസ് പോലുള്ള ഒരു കടുകട്ടി ടീമിനെയാണ് മൊറോക്കോയ്ക്ക് ക്വാർട്ടറിൽ നേരിടേണ്ടത്. ഹരി, ഫ്രാൻസ് മൊറോക്കോ ക്വാർട്ടർ പോരാട്ടത്തിലേക്ക് നയിച്ച വഴിയാണ് എൽദോ സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് ഫ്രാൻസിൻ്റെ ജയം അത് പെനൽറ്റിയിലായിരുന്നു. പാരഗ്വേ വളരെ ശക്തമായ രീതിയിലുള്ള ഡിഫൻസ് സ്ട്രാറ്റജി തന്നെ പാലിച്ചു. പക്ഷേ ആദ്യ പകുതിയിൽ ഗംഭീരമായ ആ ഡിഫൻസ് മുന്നോട്ട് പോയി. 2-ാം പകുതിയിൽ 70-ാമത്തെ മിനിറ്റിൽ കിലിയൻ എംബാപ്പെ പെനാൽറ്റിയിലൂടെ ആ ഗോൾ സ്കോർ ചെയ്ത് ഫ്രാൻസിന് 1-0 ലീഡ് എത്തിച്ചുകൊണ്ട് ഫ്രാൻസ് ക്വാർട്ടറിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം. ഗോൾഡൻ ബൂട്ടിലേക്ക് വേണ്ടിയിട്ട് മെസ്സിയും എംബാപ്പയും തമ്മിൽ ശക്തമായ പോര്. 7 ഗോളുകൾ വെച്ച് ഇരുവരും ഗോളടിച്ച് മുന്നേറുമ്പോൾ ആർക്കായിരിക്കും ആ ബൂട്ട് എന്നുള്ള ചോദ്യം കൂടി നിലവിൽ നിൽക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരില്ലാതെ മറ്റാരെങ്കിലും വന്നാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല, സംഭവിക്കാം. പക്ഷേ എന്തായാലും ഫ്രാൻസും മൊറോക്കോ പോരാട്ടം ആണ് ക്വാർട്ടേഴ്സിൽ കാണാനുള്ളത്. ഒന്നുകിൽ ഫ്രാൻസ് അല്ലെങ്കിൽ മൊറോക്കോ, ഇതിലൊരാൾ പുറത്താകും. എന്തായാലും ആതിഥേയരായ കാനഡയെ പുറത്താക്കിക്കൊണ്ടാണ് മൊറോക്കോ 3-0 ജയിച്ചുകൊണ്ട് ക്വാർട്ടറിലേക്ക് കയറിയത്. എൽദോ ആണ് വിശദാംശങ്ങൾ നൽകിയത്.